Hi all, welcome to CC. ഞാൻ അഞ്ജിത. ഇന്ന് നമ്മൾ നോക്കുന്നത് സെറ്റ് ബോട്ടണി എക്സാമിന് വളരെ പ്രധാനമായി നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ എക്സാമിങ് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഈ എക്സാമിലേക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന എല്ലാവരും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തീർച്ചയായും നോക്കി തന്നെ പോകണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു എന്താണ് ലാസ്റ്റ് ലാപ്പിൽ എത്തി നിൽക്കുകയാണ് നിങ്ങൾ എല്ലാവരും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. Ask question, observe the RNA silencing steps and arrange them sequentially to explain the events. RNA silencing technique ഈ നമുക്ക് കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പുകൾ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻഷ്യൽ ഓർഡറിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സ്റ്റെപ്പുകൾ ഒന്ന് വായിച്ചു നോക്കിയാലോ. സ്റ്റെപ്പുകൾ എങ്ങനെയാണ്? ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് RNA വിത്ത് ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് ഹെയർ പിൻ ഓർ പാൻ ഹാൻഡിൽ കൺസ്ട്രക്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. 2 ഡബിൾ സ്ട്രാൻഡഡ് RNA എന്ന് കൊടുത്തിട്ടുണ്ട്. 3 miRNA ഓർ siRNA എന്ന് കൊടുത്തിട്ടുണ്ട്. 4 RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. 5 ഡിസ്ട്രക്ഷൻ ഓഫ് ടാർഗറ്റ് mRNA എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ RNA സൈലൻസ് ചെയ്യുന്ന ടെക്നിക്കൽ നമ്മൾ siRNA miRNA ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതില് ഈ സ്റ്റെപ്പുകളെ കറക്റ്റ് ആയിട്ട് എന്താണ് നമ്മള് അതിന്റെ ഓർഡറിൽ കറക്റ്റ് സീക്വൻസ് നമ്മൾ സെറ്റ് ചെയ്യണം. നോക്കിക്കേ, RNA വിത്ത് ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് ഹെയർ പിൻ ഓർ പാൻ ഹാൻഡിൽ സ്ട്രക്ചേഴ്സ്. അപ്പൊ ആദ്യം എന്താണ് നമ്മുടെ DNA-യിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ വഴി എന്ത് ഫോം ചെയ്യും? നമ്മുടെ mRNA ഫോം ചെയ്യും, അല്ലെങ്കിൽ RNA ഫോം ചെയ്യും അല്ലെ. ആ RNA-യിൽ എന്തുണ്ടാവും? ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് ഉണ്ടാവും. സോ ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു പെർട്ടിക്കുലർ RNA എന്താണ് അത് ഹെയർ പിൻ ലൂപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യും അല്ലെ. ഹെയർ പിൻ ലൂപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യും. കാരണം എന്താണ്? ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് ആയതുകൊണ്ട് സീക്വൻസസ് ക്യാൻ ഐഡന്റിഫൈ ദെംസെൽസ് ആൻഡ് ദേ ക്യാൻ ഫോം ദിസ് എന്താണ് ഹെയർ പിൻ സ്ട്രക്ചർ. അപ്പൊ അങ്ങനെ ഹെയർ പിൻ സ്ട്രക്ചർ ഫോം ചെയ്യുക എന്നത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്താ കൊടുത്തിരിക്കുന്നത്? ഡബിൾ സ്ട്രാൻഡഡ് DNA. അതായത് ഇങ്ങനെ ഇൻവേർട്ടഡ് റിപ്പീറ്റ്സിന്റെ പ്രസൻസ് കാരണം ഇത് ഹെയർ പിൻ സ്ട്രക്ചർ ഫോം ചെയ്യും. അപ്പൊ അത് എന്തായി? ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ആയി മാറി. അതും സിംഗിൾ സ്ട്രാൻഡഡ് RNA ആയിട്ടാണ് അത് ഫോം ചെയ്തത്. അതിലെ ഇൻവേർട്ടഡ് റിപ്പീറ്റ്സിന്റെ പ്രസൻസ് കാരണം അത് എന്തായി? ഡബിൾ സ്ട്രാൻഡഡ് RNA ആയി. അതിനുശേഷം എന്താണ് നമ്മുടെ ഈ ഉണ്ടായ ഈ RNA-ക്ക് പ്രോസസ്സിങ് സംഭവിക്കും അല്ലെ. റിസ്ക് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് അല്ലെ. റിസ്ക് എന്ന് പറയുന്ന കോംപ്ലക്സിൽ എന്താണ് അതിന് പ്രോസസ്സിങ് സംഭവിക്കുന്നു. അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സ്റ്റെപ്പുകൾ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വരാം. നോക്കിയേ, ആദ്യത്തെ സ്റ്റെപ്പ് ദ RNA വിത്ത് ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് അതായത് the gene produces RNA. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആ ജീനിൽ നിന്നും RNA ഫോം ചെയ്യുന്നു. ശരി, RNA ഫോം ചെയ്യുന്നു. അതിൽ ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് ഉണ്ട്. പിന്നെ എന്താണ് ഈ ഇൻവേർട്ടഡ് റിപ്പീറ്റുകളുടെ പ്രത്യേകത? they will fold back. അവർ വീണ്ടും എന്താണ് ഫോൾഡ് ചെയ്ത് ഹെയർ പിൻ സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. കറക്റ്റ് അല്ലേ? പിന്നെ എന്ത് സംഭവിക്കുന്നു? ഈ ഹെയർ പിൻ സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ they have now became a double stranded DNA. അതിപ്പോ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് മാറി. ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് മാറുന്നു. ആൻഡ് ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഫോം ചെയ്യുമ്പോൾ ദിസ് വിൽ ട്രിഗർ ദി RNA സൈലൻസിങ്. അത് RNA സൈലൻസിനെ ട്രിഗർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? miRNA അല്ലെങ്കിൽ siRNA ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ് അടുത്തത് വരുന്നത് അല്ലെ. miRNA അല്ലെങ്കിൽ siRNA ഫോം ചെയ്യുന്നു. ഡബിൾ സ്ട്രാൻഡഡ് DNA is processed by ഡൈസർ എൻസൈം. നോക്കി, ഡൈസർ എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ ഈ miRNA അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടായ ഡബിൾ സ്ട്രാൻഡഡ് RNA ആ ഹെയർ പിൻ സ്ട്രക്ചർ അല്ലെ, ആ ഹെയർ പിൻ സ്ട്രക്ചറിനെ പ്രോസസ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താ? ആ ഡബിൾ സ്ട്രാൻഡഡ് RNA കട്ട് ചെയ്ത് സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. കണ്ടോ, സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ആ ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ siRNA അല്ലെങ്കിൽ miRNA എന്ന് വിളിക്കുന്നു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലാണ് ഈ siRNA അല്ലെങ്കിൽ miRNA എന്താവുന്നത്? ആ റിസ്ക് എന്ന് പറയുന്ന കോംപ്ലക്സുമായി അസോസിയേറ്റ് ചെയ്യുന്നത്. എന്താണ് റിസ്ക് എന്ന് വെച്ചാൽ? RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ്
സൈലൻസിങ് കോംപ്ലക്സ് അല്ലെ, RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സുമായി അസോസിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്താണ് അതിൽ ഈ പറയുന്ന ഡബിൾ സ്റ്റാൻഡേർഡ് mRNA അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് RNAയില് ഒരു സ്ട്രാൻഡ് ഗൈഡ് സ്ട്രാൻഡ് ആയി പ്രവർത്തിക്കുന്നു. വൺ സ്ട്രാൻഡ് വിൽ റിമെയിൻ ആക്റ്റീവ്, മറ്റേ സ്ട്രാൻഡ് വിട്ടുപോകുന്നു. ഒരു സ്ട്രാൻഡ് എന്താണ് ഗൈഡ് സ്ട്രാൻഡ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു. അങ്ങനെ ഗൈഡ് സ്ട്രാൻഡ് ആയി ആക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? the RISC uses the guide RNA. The RISC uses the guide RNA to recognize the complementary mRNA. അപ്പൊ നമ്മൾ പറഞ്ഞു ആ സിംഗിൾ സ്ട്രാൻഡ്, ഇപ്പൊ നിൽക്കുന്ന ആ സിംഗിൾ സ്ട്രാൻഡ് ഗൈഡ് RNA യൂസ് ചെയ്ത് എന്താണ് നമ്മുടെ mRNA, ഏത് mRNA ആണോ നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് ആ mRNAയുടെ കോംപ്ലിമെന്ററി സ്ട്രാൻഡിനോട് വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ ഫോം ചെയ്ത ആ ഗൈഡ് RNA എന്താണ് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യേണ്ട mRNAയുടെ കോംപ്ലിമെന്ററി സ്ട്രാൻഡുമായി ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് അതിനെ ക്ലീവ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനലി അതിനെ ഇൻഹിബിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു രീതിയിലാണ് എന്ത് RNA സൈലൻസിങ്ങിന്റെ സ്റ്റെപ്പുകൾ പോകുന്നത്. ഇപ്പൊ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നമുക്ക് വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ RNA വിത്ത് ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് ഹെയർ പിൻ ഫോം ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അല്ലെ, കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്, കറക്റ്റ് ആണ്. അടുത്ത എന്താണ് അത് ഹെയർ പിൻ ലൂപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയി, സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയി. സോ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്, ഇത് സെക്കൻഡ് സ്റ്റെപ്പ് ആണ്. ശരി, പിന്നെ എന്ത് സംഭവിക്കുന്നു? ഇത് ഡൈസർ എന്ന് പറയുന്ന എൻസൈമുമായി അസോസിയേറ്റ് ചെയ്തതിനെ സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആക്കി മാറ്റുന്നു. അപ്പൊ അതെന്തായി miRNA അല്ലെങ്കിൽ siRNA ആയി മാറുന്നു. സോ ഇത് മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ്. അടുത്തത് എന്താ സംഭവിക്കുന്നത്? ഇത് റിസ്ക് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സുമായി അസോസിയേറ്റ് ചെയ്ത് എന്താണ് ഇതിനെ പ്രോസസ് ചെയ്ത് ഇതിനൊരു ഗൈഡ് സ്ട്രാൻഡ് ഫോം ചെയ്യുന്നു അല്ലെ, ഒരു ഗൈഡ് സ്ട്രാൻഡ് ഇവിടെ ഫോം ചെയ്യുന്നു. ആ സ്ട്രാൻഡ് ചെന്നിട്ട് നമ്മൾ ടാർഗറ്റ് mRNAയുടെ കോംപ്ലിമെന്ററി സ്ട്രാൻഡുമായി പോയി ബൈൻഡ് ചെയ്തിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. സോ ഇത് നാലാമത്തെ സ്റ്റെപ്പ്, ഇത് അഞ്ചാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ശരിയായ സീക്വൻസിൽ തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ഓർഡർ 1, 2, 3, 4 and 5 ആണ് നമ്മുടെ ഓർഡർ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാ വരിക? 1, 2, 3, 4, 5 ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. കിട്ടിയല്ലോ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ശരിയായ മാച്ചിനെ കണ്ടെത്തുക. ഓക്കെ, സെലക്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ എന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത്? മൈക്രോ ട്യൂബ്യൂൾസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് നേരെ കൊടുത്തിരിക്കുന്നത് ലോങ് ഹോളോ സിലിണ്ടേഴ്സ് മെയ്ഡ് ഓഫ് ട്യൂബുലിൻ പ്രോട്ടീൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്താ? മൈക്രോ ഫിലമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ പറഞ്ഞിരിക്കുന്നു ഡബിൾ സ്ട്രാൻഡഡ് ഹെലിക്കൽ പോളിമേഴ്സ് മെയ്ഡ് ഓഫ് ആക്റ്റിൻ പ്രോട്ടീൻസ്. 3 ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കമ്പോസ്ഡ് ഓഫ് എ വെറൈറ്റി ഓഫ് പ്രോട്ടീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെന്റുകൾ, മൂന്ന് ടേംസും അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ജോഡി ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. 1 only, 2 only, 3 only, 1, 2 and 3 എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ നോക്കിക്കേ, ആദ്യത്തത് മൈക്രോ ട്യൂബ്യൂൾസ് ആണ്. പേര് കേൾക്കുമ്പോഴേ മനസ്സിലാവും അതിന്റെ മോണോമർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്യൂബുലിൻ ആയിരിക്കും അല്ലെ. ട്യൂബുലിൻ എന്ന് പറയുന്ന പ്രോട്ടീനുകൾ ചേർന്നുണ്ടാവുന്ന ഒരു ഹോളോ സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ് മൈക്രോ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് അല്ലെ. അടുത്ത് നോക്കിയേ, മൈക്രോ ഫിലമെന്റ്സ്. ഈ പറയുന്ന മൈക്രോ ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന സ്ട്രക്ചർ എന്താണ്? നമ്മുടെ സെൽ ഡിവിഷന്റെ ഒക്കെ ടൈമിൽ വളരെ പ്രധാനപ്പെട്ടതല്ലേ. നമ്മുടെ ഈ പറഞ്ഞ ക്രൊമാറ്റിഡ്സിനെ, സിസ്റ്റർ ക്രൊമാറ്റിഡ്സിനെ 2 ഓപ്പോസിറ്റ് പോൾസിലേക്കൊക്കെ പുള്ള് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ആളുകളാണ് മൈക്രോ ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, അടുത്തതാണ് മൈക്രോ ഫിലമെന്റ്സ്. എവിടെയാണ്? നമ്മുടെ മസിൽ കോൺട്രാക്ഷൻ അല്ലെ. മസിൽ കോൺട്രാക്ഷന്റെ ഒക്കെ ടൈമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആക്റ്റിൻ ഫിലമെന്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതൊരു ഹെലിക്കൽ സ്ട്രക്ചർ ആണ്, ഡബിൾ സ്ട്രാൻഡഡ് ആണ്. അത് ആക്റ്റിൻ ഫിലമെന്റ്സ് വെച്ച് ആക്റ്റിൻ പ്രോട്ടീൻസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സോ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. മൂന്നാമത്തത് ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് എന്ന് പറയുന്നു. അതൊരു വെറൈറ്റി ഓഫ് പ്രോട്ടീൻസ് ചേർന്നുണ്ടാകുന്ന പ്രോട്ടീൻ ആണ് അല്ലെങ്കിൽ ഒരു കമ്പോണന്റ് ആണ്. ഓരോ സെല്ലിലും അതിന്റെ ഫംഗ്ഷൻ വ്യത്യസ്തമായിരിക്കും. സോ അതും കറക്റ്റ് ആണ്. സോ നമ്മുടെ ആൻസർ എന്ത് വരണം? 1, 2 and 3 3 സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ നോക്കിക്കേ, മൈക്രോ ട്യൂബ്യൂൾസ് ലോങ് ഹോളോ സിലിണ്ടേഴ്സ് ആണ്, ട്യൂബുലിൻ പ്രോട്ടീൻസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് മൈക്രോ
ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന എന്താണ്? ആൽഫ ആൻഡ് ബീറ്റ ട്യൂബുലിൻ ഡൈമേഴ്സ് ചേർന്നാണ് അത് ഫോം ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കുക. മൈക്രോ ഫിലമെന്റ്സ് എന്ന് പറയുന്നത് ആക്റ്റിൻ പ്രോട്ടീൻസ് വെച്ചിട്ടാണ്. ആൻഡ് മൈക്രോ ഫിലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് വെറൈറ്റി ഓഫ് പ്രോട്ടീൻസ് ചേർന്ന് ഫോം ചെയ്യുന്നതാണ്. അതിൽ എന്തൊക്കെ വരും? കെരാറ്റിൻ വരും, വൈമെന്റിൻ വരും, ഡെസ്മിൻ വരും, അല്ലെ? ഇതെല്ലാം എന്താണ്? ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സിന്റെ എക്സാമ്പിൾ ആണ്. ലാമിൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആൻഡ് ഇത് ഓരോ ടൈപ്പിലും അതിന്റെ ഫംഗ്ഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, സോ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തി. 1, 2 and 3 ആണ്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും നമ്മുടെ ടോപ്പിക് എത്ര മാത്രം പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ചാലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് ആ ആൻസറിലേക്ക് എത്താൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള ബേസിക്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ കൃത്യമായി എല്ലാ ഭാഗത്തിന്റെയും ബേസിസ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നും ബിൽഡ് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആൻസറിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. നോക്കിക്കേ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗോൾജി കോംപ്ലക്സ് ഇസ് ഇൻവോൾവ് ഇൻ സ്റ്റോറേജ് ഓഫ് സിന്തറ്റിക് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് സ്റ്റോർ ചെയ്ത് വെക്കലാണ് ഗോൾജിയുടെ ജോലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ഒക്കേഴ്സ് ഇൻ മൈറ്റോകോൺഡ്രിയ. അപ്പോൾ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന എന്താണ് സെൽ ഓർഗനലിലാണ് ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത് എന്ന് പറയുന്നു. സി പറയുന്നു ലൈസോസോംസ് ആർ ദ സ്റ്റോർ ഹൗസ് ഓഫ് ഹൈഡ്രോലൈസിങ് എൻസൈംസ്. ഹൈഡ്രോലൈസിങ് എൻസൈംസ് അല്ലെങ്കിൽ പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് ലൈസോസോംസ് എന്ന് പറയുന്നു. 4 പറയുന്നു വാക്യൂൾസ് ആക്ട് ആസ് ഓസ്മോ റെഗുലേറ്ററി സ്ട്രക്ചേഴ്സ് ഇൻ ദ സെൽ. സെല്ലിന്റെ ഓസ്മോലാരിറ്റി അല്ലെങ്കിൽ ഓസ്മോ റെഗുലേറ്ററി സ്ട്രക്ചർ ആണ് വാക്യൂൾസ് എന്ന് പറയുന്നു. ഓക്കെ, ആൻഡ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒന്ന് എടുത്ത് നോക്കിക്കേ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഗോൾജി കോംപ്ലക്സിനെ പറ്റി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഗോൾജി കോംപ്ലക്സിനെ പറ്റി പറയുന്നു പ്രോട്ടീൻസിനെ സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണെന്ന് പറയുന്നു. വായിക്കുമ്പോഴേ മനസ്സിലാവും അതൊരു വെരി റോങ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അല്ലെ? കാരണം എന്താ? ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത് പ്രോട്ടീൻസിനെ പ്രോസസ്സ് ചെയ്യുന്ന ഭാഗമാണ്, പ്രോട്ടീൻസിനെ പാക്ക് ചെയ്യുന്ന ഭാഗമാണ് നമുക്ക് പറയാം അല്ലെ? സോ ഗോൾജി കോംപ്ലക്സ് ഇസ് ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ പാക്കേജിങ് ആൻഡ് പ്രോസസ്സിംഗ്. പ്രോട്ടീനുകളെ കറക്റ്റായി പാക്കേജ് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യുന്ന ഭാഗമാണ്, അതിൻ്റെതായ ടാർഗറ്റ് ആയിട്ടുള്ള സൈറ്റുകളിലേക്ക് ഡിസ്പാച്ച് ചെയ്യുന്ന ഭാഗമാണ് അല്ലെ? അപ്പൊ എന്താണ്? അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ബീറ്റ ഓക്സിഡേഷൻ, ഫാറ്റി ആസിഡ്സിനെ ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താ ഫോം ചെയ്യുന്നത്? അസറ്റൈൽ കോഎൻസൈം എ ഫോം ചെയ്യുന്നത് അല്ലെ? ഓരോ റൗണ്ട് സൈക്കിൾ കഴിയുമ്പോഴും 2 കാർബൺ വീതമാണ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അവിടെ ഫോം ചെയ്യുന്നത് അസറ്റൈൽ കോഎൻസൈം എകളാണ് ഫോം ചെയ്യുന്നത് അല്ലെ? ആൻഡ് ഈ പ്രോസസ്സ് നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിൽ തന്നെയാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ നോക്കിയേ, ലൈസോസോംസ് ഹൈഡ്രോലൈസിങ് എൻസൈംസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ്. കറക്റ്റ് അല്ലേ? ലൈസോസോംസിനെ നമ്മൾ സൂയിസൈഡ് ബാഗ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാരണം സെല്ലിന് എന്തെങ്കിലും രീതിയിലുള്ള ഈ പറയുന്ന കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ ഈ ലൈസോസോം എന്ന് പറയുന്ന ബാഗ് പൊട്ടി ഈ കെമിക്കൽസ് പുറത്തേക്ക് വരികയും ആ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും അല്ലെ? ഹൈഡ്രോലൈസിങ് എൻസൈംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗമാണ്. ശരി, 4 പറയുന്നു വാക്യൂൾസ് ഓസ്മോ റെഗുലേറ്ററി സ്ട്രക്ചർ ആണ്. ശരിയാണ്. നമ്മുടെ സെല്ലിന് വേണ്ടതായിട്ടുള്ള കമ്പോണൻസും അല്ലെങ്കിൽ എക്സസ് ആയിട്ട് വരുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗം തന്നെയാണ് വാക്യൂൾസ്. ഇത് പ്ലാന്റ് സെൽസിലായിരിക്കും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് നിൽക്കുന്നത്. സോ 2ഉം 3ഉം 4ഉം ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഏത് ആൻസറിലേക്ക് എത്താം? ഓപ്ഷൻ ബി 2, 3 and 4 ഓൺലി ആണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ? നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തി. ശരി, മറ്റൊരു ക്വസ്റ്റ്യൻ, അവസാനം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്ത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മുടെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കിങ്ഡം പ്രോട്ടിസ്റ്റ കണ്ടെയ്ൻസ്. പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡത്തില് എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. RS വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. മൊനേര, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, ആനിമാലിയ എന്നിങ്ങനെ 5 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത് അല്ലേ? അതിൽ രണ്ടാമതാണ് പ്രോട്ടിസ്റ്റ എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നോക്കിയേ, പ്രോകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓട്ടോട്രോഫിക് ഓർഗാനിസം, യൂകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഫോട്ടോസിന്തറ്റിക് ഓർ നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസം, പ്രോകാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ്, യൂകാരിയോട്ടിക് മൾട്ടി സെല്ലുലാർ ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. ഏതാണ് നമ്മുടെ ആൻസർ? നമുക്ക് പറയാം അത് യൂകാരിയോട്ടിക് ആണ് അല്ലെ? യൂണിസെല്ലുലാർ ആണ്, ഫോട്ടോസിന്തറ്റിക് ആവാം, നോൺ ഫോട്ടോസിന്തറ്റിക് ആവാം അല്ലെ? പ്രോകാരിയോട്ട് എന്ന് പറയുമ്പോൾ അത് ഏത് ഗ്രൂപ്പിലാ വരുന്നത്? അത് ആകെ ഒരു ഗ്രൂപ്പിൽ മാത്രമേ ഉള്ളൂ,
മൊണേറ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളവർ മാത്രമാണ് ഇത് പ്രോകാരിയോട്സ് ആയിട്ട് വരുന്നത് അല്ലെ. ബാക്കിയുള്ളവരെല്ലാവരും എന്താ യൂകാരിയോട്സ് ആണ്. അപ്പൊ നോക്കിക്കേ യൂകാരിയോട്സ് ആണ്. ഇവിടെ മൾട്ടി സെല്ലാർ എന്ന് പറയുന്നു, അപ്പൊ നമുക്കത് എടുക്കാൻ പറ്റില്ല. ഇത് യൂണിസെല്ലാർ ആണ്. ഫോട്ടോസിന്തറ്റിക് ആവാം, നോൺ ഫോട്ടോസിന്തറ്റിക് ആവാം. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റണമെങ്കിൽ നിങ്ങൾ കോൺസെപ്റ്റ് വൈസ് നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം. കോൺസെപ്റ്റ് വൈസ് നിങ്ങൾക്ക് സ്ട്രോങ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാവശ്യം നടക്കാൻ പോകുന്ന എക്സാമിങ് എത്തിക്കഴിഞ്ഞു, പക്ഷെ ഞാൻ ഒന്നും ആയിട്ടില്ല, എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളവരുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഞാൻ സെറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അപ്പൊ അടുത്ത സെറ്റ് എക്സാം ആണ് എന്റെ ഫോക്കസ് എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് എങ്കിലും നിങ്ങൾക്ക് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് ആണ് CCയിൽ ഇപ്പൊ പുതിയതായി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സെറ്റ് അസ്ത്ര 5.0 എന്ന് പറയുന്ന ബാച്ച് ആണ്. എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ലോങ് ടേം ബാച്ച് ആണ്. ഇനി ഈ ഫെബ്രുവരിയിലെ എക്സാം കഴിഞ്ഞ് വരാനിരിക്കുന്ന അടുത്ത സെറ്റ് എക്സാം ിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇഷ്ടം പോലെ റിസൾട്ടുകൾ വാരിക്കൂട്ടിയ CCയോടൊപ്പം നിങ്ങൾക്ക് ഭാഗമാകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒട്ടും വൈകണ്ട, ഇപ്പൊ തന്നെ നമ്മുടെ ബോർഡ് നമ്പറിൽ വിളിക്കുക. ആൻഡ് നമ്മുടെ ബാച്ചുകളുടെ പ്രത്യേകത എന്താണ്, നമുക്ക് ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ട്സ്, അതേപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, മോക്ക് എക്സാംസ്, കൂടാതെ നിങ്ങളുടെ എൻറ്റർ സപ്പോർട്ട്, ഇത്തരത്തിൽ എല്ലാ വിധത്തിലുള്ള എന്താണ് അസിസ്റ്റൻസും കൂടി ചേർന്ന ഒരു ലോങ് ടേം ബാച്ച് ആണ്. നമ്മുടെ മുന്നിൽ ധാരാളം ടൈം ഉണ്ട്, അപ്പോൾ ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, ഇപ്പൊ തന്നെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ആൻഡ് നമ്മുടെ ചാനൽ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.